ശ്രീ അശോകൻ ചെരുവിൽ ടെലിഫോൺ ലൈൻ. ശ്രീ അശോകൻ ചെരുവിൽ, നമ്മുടെയൊക്കെ ഒരു സാംസ്കാരിക മണ്ഡലത്തിലേക്ക് എത്രയോ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മളെ വിട്ടു പോയിരിക്കുന്നത്. താങ്കളുടെ ഓർമ്മകൾ എങ്ങനെയാണ്? പക്ഷേ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ, അകലെ നിന്ന് കാണാനുള്ള എല്ലാ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെയൊക്കെ തന്നെ അവിടുത്തെ സ്കൂൾ മാനേജറൊക്കെ ആയിരുന്നു CR കേശവൻ വൈദ്യർ. ഇവിടുത്തെ ഒരു സാംസ്കാരിക വ്യക്തിത്വം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വിവോദയം പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ വിവോദയം മാസികയൊക്കെ നടത്തുന്ന കാലമാണെന്ന്. അപ്പോൾ അവിടെ സാനുമാഷ് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ M ഗോവിന്ദനും തോമസ് മാത്യു സാറും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങൾ, ഇരിഞ്ഞാലക്കുടയിൽ എന്ത് പരിപാടി ഉണ്ടായാലും അതിൽ സാനുമാഷുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. പല പരിപാടികളും അവിടെ നടക്കാറുണ്ട്. ഈ സാനുമാഷുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീനാരായണ ഗുരുസ്വാമി എന്ന് പറയുന്ന ആ ഒരു ജീവചരിത്ര ഗ്രന്ഥം, അത് ഇരിഞ്ഞാലക്കുട വെച്ചാണ് പ്രകാശനം ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യത്തെ പതിപ്പ് CR കേശവൻ വൈദ്യരുടെ വിവോദയം പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ അത് പിന്നീടാണ് ഞാനത് വായിച്ചെങ്കിൽ പോലും ആ കൃതി ആ കാലഘട്ടത്തിൽ തന്നെ അടുത്ത് വായിച്ചിരുന്നു. അന്ന് വാസ്തവത്തിൽ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു എൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ച് എൻ്റെ തലമുറയുടെ മനസ്സിൽ ഒരു ശരിയായ രൂപവും ആശയവും ഉണ്ടാക്കുന്നതിൽ ആ കൃതി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേരളീയർക്ക് കേൾക്കാനൊരു തടസ്സമില്ല. അദ്ദേഹത്തെ കുറിച്ച് നിരവധി ആഘോഷങ്ങളും ആചാരങ്ങളും ദിനങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. പലരും അത് കൊണ്ടാടുന്നു. ഒരു ജാതിയുടെ ആളായിട്ടും അതുപോലെ തന്നെ പല രീതിയിലും കൊണ്ടാടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു എന്താണെന്ന് വളരെ കാവ്യമനോഹരം എന്ന് പറയാവുന്ന ഒരു ഭാഷയിൽ എഴുതി വയ്ക്കുകയാണ്. ഒരുപക്ഷെ ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള കൂട്ടത്തിൽ സാനുമാഷാണ്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവചരിത്രം ഗുരുസ്വാമികളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വാസ്തവത്തിൽ അതുപോലെ തന്നെ ചങ്ങമ്പുഴയെ കുറിച്ചായാലും ബഷീറിനെ കുറിച്ചായാലും പിന്നീട് KK ബാലകൃഷ്ണനെ കുറിച്ചായാലും ഒക്കെ തന്നെ സാനുമാഷ് എഴുതുമ്പോൾ സാനുമാഷ് ആ എഴുതുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും അവരുടെ കൃതികളെയും ഒക്കെ തന്നെ മനസ്സിൽ പരിപൂർണമായി ഉൾക്കൊണ്ടതിന് ശേഷം അതിനെ വലിയൊരു സർഗാത്മക സൃഷ്ടിയേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഗുരുവിന്റെ ജീവിതത്തിന്റെ പല രംഗങ്ങളും വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഗുരുവിന്റെ ബാല്യകാലവും അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളും, അവധൂത ഘട്ടവും അതുപോലെ തന്നെ സന്യാസത്തിന്റെ ഘട്ടവും ഒക്കെ തന്നെ നമുക്ക് മനസ്സിൽ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു പശ്ചാത്തലം കടന്നു വരുന്നത് മാത്രമല്ല, അതിലൂടെ വലിയൊരു ആശയത്തെയും നമ്മുടെ മനസ്സിലൊക്കെ നിക്ഷേപിക്കാൻ അതിന് കഴിയുന്നു. ചങ്ങമ്പുഴയെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ജീവചരിത്രം, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ പ്രണയഭാജനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചങ്ങമ്പുഴയെക്കുറിച്ച് ആ കവിതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറൊരാൾക്ക് ഭാഗ്യമാണ്, ചങ്ങമ്പുഴയുടെയും മലയാളത്തിന്റെയും ഭാഗ്യമാണ് സാനുമാഷാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയെന്നുള്ളത്. മറ്റൊരാളായിരുന്നെങ്കിൽ സമീപിക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്കും ഒരു വലിയ തീവ്ര വ്യക്തിത്വമാണല്ലോ നമ്മുടെ ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. അതിനെ സ്വന്തം മനസ്സിലേക്ക് സാംശീകരിച്ച് മനോഹരമായി ആഖ്യാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഷീറിന്റെയും ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശനത്തിലും അതിലെടുക്കുന്ന ഒരു സംയമനവും മാത്രമല്ല അതിന്റെ മനോഹരമായ ഭാഷാ ശൈലിയും, അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ മതേതര സങ്കല്പവും ഒക്കെ തന്നെ നമുക്ക് സാഹിത്യ വിമർശന രംഗത്ത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തെ സാഹിത്യ വിമർശകനിൽ നിന്ന് വിട്ട് സാമൂഹ്യ വിമർശന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സാഹിത്യ വിമർശകനല്ല, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കായി മാറുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം MLA ആവും, ജനപ്രതിനിധി. എറണാകുളം പോലുള്ള ഒരു നഗരത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവന, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സാരഥിയായിട്ട് അദ്ദേഹം വരുന്നു വൈലോപ്പിള്ളിക്ക് ശേഷം. അപ്പോ തന്റെ സാഹിത്യ വിമർശനത്തിൽ നിന്നും ജീവചരിത്ര രചനയിൽ നിന്നും ഒക്കെ ഉയർന്ന ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ തലത്തിലേക്ക് സാനുമാഷ് ഉയർന്നു വരുന്നു. അത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം. അതെ, വിവിധ മേഖലകളിൽ അദ്ദേഹം എന്താണ് നൽകിയ സംഭാവന എന്നുള്ളത് അത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ സാധ്യമല്ല. വളരെ നന്ദി ശ്രീ അശോകൻ ചെരുവിൽ.